മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 102 സങ്കീർത്തനം 3 തിരുവാക്യം. എൻ്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു. സങ്കീർത്തകന്റെ ആത്മീയ ചിന്തയാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു. ഇതെത്രയോ സത്യമാണ്. ഈ സത്യം നമ്മൾ ഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായും മാറ്റപ്പെടും. സങ്കീർത്തകന് ഈ തിരിച്ചറിവുണ്ടായിരുന്നു. ഈ ലോകത്തിലെ എൻ്റെ ദിവസങ്ങൾ നൈമിഷികമാണ്. പുക പോലെ അതെല്ലാം കടന്നു പോകുന്നു. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ യുവജനങ്ങൾക്കും വേണ്ടിയാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, ദൈവവചനത്തിന്റെ കൊടുങ്കാറ്റുകളായി ഓരോ യുവാവും യുവതിയും രൂപാന്തരപ്പെടുവാൻ ഹൃദയനുറുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റു നിൽക്കാം. ആയിരിക്കുന്നിടത്ത് വലതുകരം ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ വിവിധ നിയോഗങ്ങൾ, ആവശ്യങ്ങളെ എല്ലാം സമർപ്പിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സർവശക്തിയോടെ പ്രവർത്തിക്കുന്ന സമയം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, അത്ഭുത രോഗശാന്തികൾ നൽകണമേ. കർത്താവിന്റെ തേജസ്സേ ഞങ്ങളെ മൂടണമേ. കർത്താവിന്റെ ജ്ഞാനമേ ഞങ്ങളെ നയിക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങൾക്കായി സംസാരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി ആരാധിക്കുകയാണ്. ഇത് കൃപയുടെ സമയമാണ്. എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കുക. അനേകം രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കുന്ന സമയം. തകർച്ചകളിലേക്ക് കർത്താവിന്റെ കൃപ ഇറങ്ങി വരുന്ന സമയം. അനേകം കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം തീ പോലെ പടരുന്ന സമയം. പ്രിയ സഹോദര സഹോദരി, എല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കർത്താവിന്റെ പരിപാലനയിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. യേശുവേ, കൃപ കൃപ വർഷിക്കണമേ. 10,000 ദൈവ കൃപയാൽ നിറയപ്പെടട്ടെ. ലോർഡ് ബ്ലസ് ബ്ലസ് ലോർഡ്. കൃപയാലേ എല്ലാം മറന്ന് എന്റെ കൃപ നിനക്കു മതി. കർത്താവിൻ തിരുവചനം ഞാൻ
ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ, പകരുക, പകരുക, നിങ്ങളുടെ സാന്നിധ്യം പകരുക. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കർത്താവേ, നന്ദി, നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് നടത്തിയ വഴികളെ ഓർത്ത്. കൃപയാലേ, 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 കൃപയാൽ അനുദിനവും സ്വരമുയർത്തി പാടാം. കർത്താവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കരങ്ങൾ താഴ്ത്തിയടിച്ച് വരിക, വരിക പരിശുദ്ധാത്മാവേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകട്ടെ, അത്ഭുത കൃപകൾ വെളിപ്പെടട്ടെ, മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. കൃപയാൽ അനുദിനവും, ഈശോയേ, കൃപയാൽ അനുദിനവും. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളിൽ പ്രവർത്തിക്കണമേ, അത്ഭുത രോഗശാന്തികൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ യുവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അഗ്നിനാവായി ഇറങ്ങി വരണമേ. എല്ലാ യുവജനങ്ങളിൽ കത്തിപ്പെടണമേ. പാപശക്തികള്, ലോകശക്തികള്, ജഡികാസക്തികളെ നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകളെ പൊട്ടിക്കണമേ. തകർന്ന കുടുംബങ്ങളെ ദൈവ സ്നേഹത്താൽ പുനഃസ്ഥാപിക്കണമേ. മാറാ രോഗികളെ വചനമയച്ച് സൗഖ്യമാക്കണമേ. അങ്ങയുടെ കൃപയുടെ കരങ്ങൾ, അനുഗ്രഹത്തിന്റെ കരങ്ങൾ, സൗഖ്യത്തിന്റെ കരങ്ങൾ അവിടുത്തെ ജനത്തിന് മേൽ നീട്ടണമേ. തകർന്നുപോയ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ആനന്ദം നൽകണമേ. ഹബിയ, ഹബിയ, ഹബിയ. ബന്ധന കെട്ടുകള്, തിന്മയുടെ ആധിപത്യങ്ങള്, സാത്താൻ അടിസ്ഥാനങ്ങള്, അന്ധകാര അധികാര പോരുകള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ ബലിയുടെ യോഗ്യതകളാൽ ചിഹ്നഭിന്നമായി പോകട്ടെ. God bless, bless. Thank you. കർത്താവേ, നീ പ്രവർത്തിക്കുന്നതിനായി അനേകം ആയിരങ്ങളിലേക്ക് സ്വർഗീയ ജ്ഞാനം പകരുന്ന സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളെ യുവജനങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്ന കർത്താവേ, അങ്ങയുടെ കരുതലിനായ വാഴ്ത്തുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ കുടുംബങ്ങളിൽ മുഴങ്ങട്ടെ. കർത്താവിന്റെ സാന്നിധ്യമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങൾക്കായി സംസാരിക്കണമേ, ഞങ്ങൾക്കായി സംസാരിക്കണമേ, ഞങ്ങൾക്കായി സംസാരിക്കണമേ. താങ്ക് യു, താങ്ക് യു ജീസസ്. പരിശുദ്ധമ്മേ, മനുഷ്യ ജീവിതത്തിന് നശ്വരത ഗ്രഹിച്ച് സ്വർഗീയ ജ്ഞാനത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യ ജീവിതം മൂടൽ മഞ്ഞുപോലെ. മനുഷ്യ ജീവിതം മൂടൽ മഞ്ഞുപോലെ. യാക്കോബ് ശ്രീ എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം തിരുവചനം. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള തിരുവചനമാണിത്. നാളത്തെ നിങ്ങളുടെ ജീവിതം എപ്രകാരമുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ഇതെത്രയോ വലിയ സത്യമാണ്. നമുക്കാർക്കും
യാതൊരു ഉറപ്പുമില്ല അടുത്തൊരു സെക്കൻഡ് നമുക്കുണ്ടോ എന്നുള്ളത്. അത് കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. യാതൊരു ഗ്യാരണ്ടിയുമില്ല. അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് മനുഷ്യ ജീവിതം. ഇത് വലിയൊരു സത്യമാണ്. ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴ്മയുള്ളവരാകും. അനാവശ്യമായി പിടിവാശികൾ വിട്ടുമാറും. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ കടന്നു വരും. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, നീരസം, സ്വാർത്ഥത ഇതെല്ലാം വിട്ടുകളഞ്ഞ് കൃപ നിറഞ്ഞ ജീവിതമായി നമ്മളെല്ലാം മാറ്റപ്പെടും. മനുഷ്യ ജീവിതം മൂടൽ മഞ്ഞു പോലെയാണ്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവാക്യം എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണിത്. ഞാൻ പലപ്പോഴും ആവർത്തിച്ച് വായിച്ച് ധ്യാനിക്കാറുള്ള ഒരു മെസ്സേജാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. നാം എല്ലാവരും മരിക്കും. ഇത് വലിയൊരു നിത്യ സത്യമാണ്. ഒരു സയൻസിനും ഒരു സയന്റിസ്റ്റിനും ഇത് മാറ്റുവാൻ സാധിക്കില്ല. നാം എല്ലാവരും മരിക്കും. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എത്ര വലിയ പാണ്ഡിത്യമുള്ളവരാണെങ്കിലും, ഈ ലോകത്തിൽ ഉന്നതമായ പദവികൾ അലങ്കരിക്കുന്നവരാണെങ്കിലും, നമുക്ക് എന്തുമാത്രം ലൗകികമായ നേട്ടങ്ങളുണ്ടെങ്കിലും നാം എല്ലാവരും മരിക്കും. ഇതാർക്കും മാറ്റുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഹെബ്രായ പുസ്തകം 9-ാം അധ്യായം 27-ാം വചനത്തിൽ വചനം പറയുന്നുണ്ട്, മനുഷ്യൻ മരിക്കും, അതിനുശേഷം വിധി. ദൈവം മനുഷ്യനെ നിയമിച്ചാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. 1 മരണം, 2 മരണശേഷമുള്ള വിധി. ഇതാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം എല്ലാവരും മരിക്കും. നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വെള്ളം പോലെയാണ് മനുഷ്യജീവിതം. എത്ര അർത്ഥവത്തായ വചനമാണിത്. നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം വെള്ളം പോലെയാണ് മനുഷ്യജീവിതം. ഈ വചനം നമ്മൾ ഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതം മാനസാന്തരത്തിൻ്റെ ജീവിതമാകും. നമ്മുടെ ജീവിതം സ്നേഹത്തിൻ്റെ ജീവിതമാകും. നമ്മുടെ ജീവിതം താഴ്മയുടെ ജീവിതമാകും. നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? ഈ ലോകത്തിന് വെറിക്കൂത്തുകളിൽ ആകൃഷ്ടരായി ലോകമോഹങ്ങളിൽ ജീവിക്കുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ. 90-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത്. 10-ാം തിരുവചനം, ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. ഒരു മനുഷ്യ ആയുസ്സിൻ്റെ ദൈർഘ്യം ഈ ലോകത്തിൽ ഏറിയാൽ 80 വർഷമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം കർത്താവ് തരുന്ന ബോണസാണ്. ബാക്കിയുള്ളത് മാത്രമല്ല, നമ്മൾ വലിക്കുന്ന ഓരോ ശ്വാസവും കർത്താവിൻ്റെ കരുണയാണ്. ഈ ശ്വാസം നിലച്ചാൽ നമ്മുടെ ജീവിതം അവസാനിച്ചു. അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല. ഈ ലോകത്ത് നിന്ന് ഒന്നും കൊണ്ടുപോകുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. 90-ാം സങ്കീർത്തനം 12-ാം വചനത്തിൽ സങ്കീർത്തകൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ ഒരു പ്രധാന പ്രാർത്ഥന ഇതായിരിക്കണം: എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ കർത്താവേ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണിത്! ഈ ലോക ജീവിതത്തിൽ എൻ്റെ ദിവസങ്ങൾ എണ്ണുവാൻ
കർത്താവേ എന്നെ പഠിപ്പിക്കണമേ. നമുക്ക് എത്ര പേർക്ക് ഇത് പ്രാർത്ഥിക്കാൻ കഴിയും? ഈ ഒരു അവബോധത്തിൽ വേണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട്. എൻ്റെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ഞാൻ ആത്മാവിൽ പറയട്ടെ, സ്വർഗീയ ജ്ഞാനമുള്ളവർക്ക് മാത്രമാണ് മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത ഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്വർഗീയ ജ്ഞാനം. സങ്കീർത്തകൻ അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, അങ്ങയുടെ ജ്ഞാനത്താൽ എൻ്റെ ഹൃദയം നിറയപ്പെടട്ടെ. മനുഷ്യ ജീവിതത്തെ കർത്താവിൻ്റെ വചനം എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? നമ്മൾ ഒന്നാമതായി കണ്ടു, അത് മൂടൽ മഞ്ഞ് പോലെയാണ്. രണ്ടാമത് ദൈവത്തിൻ്റെ വചനം പറയുക, 103-ാം സങ്കീർത്തനം 15-16 തിരുവാക്യങ്ങൾ. മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ്. മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ്. വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അവ കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. ഇത്രയുള്ള മനുഷ്യ ജീവിതം. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു ആശുപത്രിയിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം, ഒരു കോടീശ്വരൻ. ക്യാൻസർ പിടിപെട്ട് അദ്ദേഹം വളരെ അവശനായി ആശുപത്രിയിൽ കഴിയുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി രക്ഷയില്ല. മെഡിക്കൽ സയൻസ് അദ്ദേഹത്തെ കൈവിട്ടു. വളരെ ദുഃഖിതനായി ആ കിടക്കയിൽ അദ്ദേഹം കിടക്കുകയാണ്. ഞാൻ ആ മുറിയിലേക്ക് കടന്നു ചെന്നു. കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എൻ്റെ കൈകൾ പിടിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രമാത്രം കോടീശ്വരനായ, വളരെ സമ്പന്നനായ മനുഷ്യൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി വിതുമ്പി പൊട്ടിക്കരയാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ രക്ഷിക്കണം. നല്ല ആരോഗ്യമുള്ള സമയത്ത് അനേകർ എന്നോട് പറഞ്ഞു, ഒരു ധ്യാനം കൂടണം, കർത്താവിൻ്റെ വചനം കേൾക്കണം. പറഞ്ഞവരെയെല്ലാം ഞാൻ പുച്ഛിച്ചു, കളിയാക്കി. ഞായറാഴ്ച പോലും എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ അടയ്ക്കാതെ തുറന്നു പ്രവർത്തിച്ചു. ഇന്ന് കോടിക്കണക്കിന് സമ്പാദ്യം എൻ്റെ കൈകളിലുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പോഴാണ് മനുഷ്യ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത്. മനുഷ്യന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവസാനമായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ സമ്പാദിച്ച കോടിക്കണക്കിന് സമ്പാദ്യങ്ങളെല്ലാം എന്നെ നോക്കി ചിരിക്കുന്ന കടലാസ് കഷ്ണങ്ങളായി എനിക്ക് അനുഭവപ്പെടുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞതൊരു വലിയ സത്യമാണ്. മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത ആ മനുഷ്യൻ ഗ്രഹിച്ചത് ക്യാൻസർ പിടിപെട്ട് മരണത്തെ മുന്നിൽ കണ്ടപ്പോഴാണ്. ഈ വചനം എത്രയോ അർത്ഥവത്താണ്. മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ്. വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അവയെല്ലാം കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനോർക്കുന്നില്ല. ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടല്ല നമ്മൾ വന്നത്. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. പത്രോസ് അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്, താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 24-ാം തിരുവചനം. എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്. ഞാൻ ഈ വചനങ്ങളെല്ലാം ധ്യാനിച്ചപ്പോൾ ഇപ്രകാരം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യ ജീവിതത്തെ പുല്ലിനോട് ഉപമിച്ചിരിക്കുന്നത്? എത്രമാത്രം ഉന്നതനാണ് മനുഷ്യൻ! ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വിശുദ്ധ ബൈബിൾ പുല്ലിനോട് ഉപമിച്ചിരിക്കുക. അപ്പോസ്തലനായ പത്രോസ് ഈ സത്യം സഭയോട് പറയാ.
മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു. ഞാൻ ഈ വചനവേദി നിൽക്കുമ്പോൾ അല്പം വേദനയോടെ പങ്കുവയ്ക്കുകയാണ്. ഞങ്ങൾ അതിരൂപതയിൽ നല്ല ആരോഗ്യമുള്ള, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വന്ധ്യവൈദികൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ചെറുപ്പക്കാരനാണ്, 46 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. ഓടി നടന്ന് തൻ ഇടവകക്കാരുടെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിരുന്ന അച്ഛൻ ഉച്ച സമയത്ത് കപ്പ്യാര് വന്ന് ബെല്ലടിക്കുന്നുണ്ട്. അച്ഛൻ ഡോറ് തുറക്കുന്നില്ല. ഉച്ചഭക്ഷണവുമായിട്ട് വന്നതാ. പല പ്രാവശ്യം ബെല്ലടിച്ചു, ഡോറ് തുറക്കുന്നില്ല. സംശയം തോന്നി, ഡോറ് വെട്ടിപ്പൊളിച്ച് അകത്ത് കടന്നപ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. അറ്റാക്ക് വന്ന് അച്ഛൻ മരിച്ചുപോയി. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ വാർത്ത കേട്ടവർക്കെല്ലാം അത് വലിയ ഷോക്കായി. ഈ സംഭവങ്ങളെല്ലാം എന്താണ് നമ്മോട് പറയുന്നത്? മനുഷ്യ ജീവിതം മൂടൽമഞ്ഞ് പോലെയാണ്. ഈ സത്യം മനസ്സിലാക്കി അഹങ്കാരം വിട്ടുകളഞ്ഞ് സ്വാർത്ഥത ഉപേക്ഷിച്ച് വഴിവിട്ട ലൈംഗികതകളും തെറ്റായ ബന്ധങ്ങളും അശ്ലീലമായ പ്രവൃത്തികളെല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കൃപയിൽ മുന്നേറുവാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ യെശയ്യാ വീണ്ടും നമ്മോട് പറയുകയാണ്, 40-ാം അധ്യായം 6-ാം തിരുവചനം, മനുഷ്യൻ തൃണമാത്രം, അവൻ്റെ സൗന്ദര്യം വയലിലെ പൂവിനെ പോലെ ക്ഷണികമാണ്. മനുഷ്യ സൗന്ദര്യം, ഇന്ന് അനേകരെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി പാപത്തിലേക്ക് പോവുകയാണ്. സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ എന്തുമാത്രം ഈ ശരീരത്തെ പൊതിഞ്ഞാലും ഇതെല്ലാം ഒരു ദിവസം അഴുകിപ്പോകാനുള്ളതാണ്. മനുഷ്യൻ തൃണമാത്രം, അവൻ്റെ സൗന്ദര്യം വയലിലെ പൂവ് പോലെ ക്ഷണികമാണ്. ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പങ്കുവെച്ചത് നമ്മൾ ആരും ഭയപ്പെടാനല്ല. മരണം അതൊരു നിത്യസത്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് നിറങ്ങളും വർണ്ണങ്ങളും കണ്ട് ആകൃഷ്ടരായി ലൗകികരായി ജീവിക്കാതെ നമുക്കൊരു നിത്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഈ ലോകം വിട്ടൊരു ദിവസം നമ്മൾ പോകേണ്ടവരാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കാൻ, വിശ്വാസത്തിൽ മുന്നേറാൻ, ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ വളരുവാൻ നമുക്കെല്ലാം കഴിയണം. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് വലതുകരം ഉയർത്തിപ്പിടിക്കുക. ആത്മനിറവോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ലൗകികതകളും ഭൗതികതകളും നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ജഡീകതകളെയും വിട്ടുകളഞ്ഞ് കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, സ്വർഗീയ അഗ്നിയായി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുന്ന സ്വർഗത്തിന്റെ തീയായി ഇറങ്ങി വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുവാൻ കർത്താവേ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. എല്ലാവരും ഹൃദയം തുറന്ന് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് ഈ ലോകത്തിന്റെ സകല ജഡീകതകളും തകർന്നു പോകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പാപത്തിന്റെ സ്വാധീനങ്ങൾ നിർവീര്യമായി പോകട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ അഭിഷേക നിറവിനാൽ നമ്മളെല്ലാം പൂരിതമാക്കുവാൻ, എല്ലാ ജഡീകതകളുടെയും ഭൗതികതയുടെയും ലൗകികതയുടെയും അടിമത്ത കെട്ടുകൾ പൊട്ടി സ്വർഗീയ ജ്ഞാനം കൊണ്ട് നമ്മളെല്ലാം പൂരിതമാക്കുവാൻ നമ്മൾ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവേ നിറയണമേ. പാപബന്ധനങ്ങളെ തകർക്കണമേ. മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത ഗ്രഹിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ, സ്നേഹത്തിൽ മുന്നേറുവാൻ, വിശ്വാസത്തിൽ ജ്വലിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. യുവജനങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കൊരു മരണമുണ്ട്, ഞങ്ങൾക്കൊരു നിത്യതയുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് കർത്താവേ നിന്നെ ആശ്രയിക്കുവാനുള്ള ആശ്രയ ബോധം നൽകണമേ.
ഗ്ലോറിയ ഗ്ലോറിയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവ് നൽകിയ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് കൃപയുടെ ജീവിതം നയിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മൾ ആരും മറന്നു പോകരുത്. മനുഷ്യ ജീവിതം മൂടൽ മഞ്ഞു പോലെ, മനുഷ്യ ജീവിതം പുല്ലിനെ പോലെ, മനുഷ്യ ജീവിതം വയലിൽ വിരിഞ്ഞ പൂവിനെ പോലെ. അതെല്ലാം ക്ഷണികമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികത മനസ്സിലാക്കി സ്വർഗോന്മുഖമായി നിത്യതയെ ദർശിച്ച് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. നമ്മുടെ ഈ കൊച്ചു ജീവിതം അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. വ്യക്തിപരമായി നമ്മുടെ നിയോഗത്തെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധിച്ചിടുന്നേഴ ഞാൻ ആശയാർന്നങ്ങയെ. പരമപരിശുദ്ധനായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഏറെ ആനന്ദത്തോടെ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി ഇരുകരങ്ങളെ യാചനാപൂർവം തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കൃപയുടെ സമയമാണ്. അനേകം ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുന്ന സമയമാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു, മനുഷ്യ ജീവിതം മൂടൽ മഞ്ഞു പോലെ. മനുഷ്യ ജീവിതത്തിന് നശ്വരത ഗ്രഹിക്കുവാൻ സ്വർഗത്തിന്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ദിവ്യകാരുണ്യ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ, ജ്ഞാനത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ജനത്തിന്റെ മേൽ അഭിഷേകം പകരണമേ. ഈ ആരാധന ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളിലേക്ക് ജ്ഞാനത്തിന്റെ അഭിഷേകത്തെ പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകമോഹങ്ങളെ വിട്ടുകളഞ്ഞ് അഹങ്കാരത്തെ വിട്ടുപേക്ഷിച്ച് താഴ്മയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള ആത്മനിറവ് നൽകണമേ. കർത്താവിന്റെ സന്നിധിയിൽ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവായി കടന്നു വരുവാൻ, സകല പാപശീലങ്ങളെയും വിട്ടുപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം, അനേക വ്യക്തികളിലേക്ക് ജ്ഞാനത്തിന് അഭിഷേകം കടന്നു വരുന്ന സമയം ഒരിക്കൽ കൂടെ കരമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. അങ്ങ് പ്രവർത്തിക്കുന്നതിനായി, അങ്ങ് ഇടപെടുന്നതിനായി, അങ്ങ് ഞങ്ങളിലേക്ക് പകരുന്ന അഭിഷേകത്തിനായി നന്ദിയോടെ 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 സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് തിരുരക്തത്തിലൂടെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ